കയറി ചെല്ലുമ്പോൾ തന്നെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു സ്കൾപ്ചറും അതിൻ്റെ ചുറ്റുപാടൊക്കെ കാണുന്നത്. പിന്നെ സൈഡിലോട്ടാവും ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇവരുടെ ഭാഗം. എല്ലാവരും കാണാവുന്ന എല്ലാം ബംഗാളിൽ വളരെ സുലഭമായിട്ട് കാണാവുന്ന ടൈപ്പ് ഓഫ് സ്നാക്കുകളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ടൈപ്പ് ഓഫ് കമ്മലുകളും വെറൈറ്റി ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. കൂഗ്നി എന്നൊക്കെ പറയും. കൂഗ്നിയൊക്കെ ഭയങ്കര ചൂടാണ് അത് സെല്ല് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഇതിപ്പോൾ വേറെ ഭയങ്കര നല്ല ലൈറ്റിങ്ങും ഡിസൈനിലൊക്കെയാണ് ഇവരിത് ചെയ്തേക്കുന്നത്. മൊത്തം ഒരു സൗണ്ട് വന്ന് വീഴുന്ന എല്ലാവരും മ്യൂസിക്കൽ നോട്ടായിട്ടാണ്. ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ബീച്ചിനെ ഓട്ടൊക്കെ ഒഴിക്കുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ ആണത്. അവിടെ ഒരു മനുഷ്യൻ നിന്ന് ആ റൂഫ് കംപ്ലീറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ടാവുന്നേ ഉള്ളൂ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡോൾസ് ആണ് വേണ്ടത്. ലൈക്ക് അവിടെ ബാറൊന്നും അല്ല, എന്നാലും കൂൾവാറിച്ച് കുറച്ച് ജ്യൂസ് ടൈപ്പ് ഓഫ് കടലയാണ്. അതിങ്ങനെ വേവിച്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഷാണ് ഈ ഖുഗ്നി. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും നടക്കുന്നുണ്ട്. ഇവിടെ പൂജയിലാകുമ്പോൾ ഇങ്ങനെ പരിപാടിയൊക്കെ നടക്കാറുണ്ട്. ഇവിടെ ചേച്ചിമാർ ഭയങ്കരമായിട്ട് പാട്ടൊക്കെ ബുദ്ധിസ്റ്റ് മോണാസ്ട്രിയിലൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ഉരുട്ടുന്ന സാധനങ്ങളുടെ പാട്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയോ ടൈപ്പ് ഓഫ് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കൊൽക്കത്തയിലാണുള്ളത്. നമ്മൾ പൂജയും പണ്ടാലും ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. നമ്മളിപ്പോൾ സോൾട്ട് ലേക്കിലെ FD ബ്ലോക്കിലെ ഒരു പണ്ടാല് കാണാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ കയറി ചെന്ന എൻട്രൻസിൽ തന്നെ ഫുൾ ലൈറ്റും ഇലുമിനേഷൻസും ഒക്കെ ആയിട്ട് ഫുൾ കവേർഡാണ്. നമുക്ക് കാണാവുന്ന പോലെ കണ്ടോ, നല്ല വലിയ ലൈറ്റിങ്സ് ഒക്കെയാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കാർണിവലോടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാർണിവലിൽ ഫെറസ് വീലും പിന്നെ നമ്മൾ വീഗാലൻഡിലൊക്കെ കാണുന്ന പോലത്തെ സാധനങ്ങളും മൊത്തം ലൈറ്റും പരിപാടിയൊക്കെയാണ്. ഫുള്ളിങ്ങനെ കത്തി നിൽക്കുകയാണ്. കൊൽക്കത്തയിലെ ദുർഗാപൂജയുടെ സമയത്താണ് ഏറ്റവും ഇങ്ങനെ ലൈറ്റായിട്ട് നിൽക്കുന്നത്. ഫുള്ളിങ്ങനെ കത്തി നിൽക്കും. ഇവിടെ സാധനങ്ങളൊക്കെ ഭയങ്കര ചീപ്പായിരിക്കും ഈ സമയത്ത്. സോ ഞങ്ങളൊരു ബാഗൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. ബാഗിന് വിലയൊക്കെ നോക്കി. ഓക്കെ, നമ്മളപ്പോൾ അങ്ങനെ പണ്ടാലിൻ്റെ എൻട്രൻസിലോട്ട് കയറുകയാണ്. ഭയങ്കരമായിട്ടൊരു വെജിറ്റേഷനൊക്കെ കാണിച്ച് പ്ലാന്റ്സും അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലുള്ളൊരു കാട്ടിലോട്ട് കയറുന്ന പോലത്തെ ഒരു എൻട്രൻസ് ആണ് വെച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് ശിവൻ്റെ കൈലാസത്തേക്ക് ഓർമ്മിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു സ്കൾപ്ചറും അതിൻ്റെ ചുറ്റുപാടൊക്കെ കാണുന്നത്. പിന്നെ സൈഡിലോട്ടാവുമ്പോൾ പ്രയാഗ്രാജും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ടെമ്പിൾസിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചറും ഒക്കെയാണ് ഫുൾ കാണിക്കുന്നത്. സന്യാസിമാരും വാരണാസിയിലെ ഘാട്ടും ഒക്കെ ഇത് ചെയ്യുന്ന ഒരു രണ്ടും കൂടെ, കൈലാസവും വാരണാസിയിലെ ഘാട്ടും കൂടെ കണക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു പണ്ടാലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ചുറ്റും തന്നെ ഒരു ജംഗിളും ഒരു കാടും പിന്നെ പ്ലാന്റ്സും ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇവരുടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ചെറിയൊരു ടൈപ്പ് ഓഫ് വെള്ളത്തിൻ്റെ ഒരു എലമെൻറ്റും എല്ലാം ഇവിടെ ഉണ്ട്. ഇതാണ് പണ്ടാലിൻ്റെ മെയിൻ ഭാഗം. ഇവിടെയാണ് പൂജ, ദേവിയുടെ പ്രതിമയൊക്കെ ഇരിക്കുന്നത്. ഒരുപാട് ആൾക്കാരെ കാണാൻ, എല്ലാവരും ഈ പണ്ടാൽ കാണാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. സോ നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത് ദുർഗാദേവിയുടെ ആ ഒരു പ്രതിമയിലേക്കാണ്. ഇതാണ് മെയിനായിട്ട് പൂജയുടെ പണ്ടാലിൻ്റെ ആ ഭാഗം. എല്ലാവരും ദേവിയെ കാണാൻ വേണ്ടിയാണ് വരുന്നത്. പൂജയും വഴിപാടും എല്ലാം നടക്കാറുണ്ട് ഇവിടെ. ഭയങ്കര തിരക്കാണ്. ഭയങ്കര ഭംഗിയിലാണ് എൻ്റെ ആർക്കിടെക്ചറൽ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് വെറും 5 ദിവസത്തേക്കാണ് ഈ ഫുൾ പണ്ടാലിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കിയേക്കുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇവർ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. പുറത്തും ആ ഒരു വിഷ്വലൈസേഷൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഉള്ളത്. ആ വെള്ളത്തിൻ്റെ ഒരു ഇതും ലൈറ്റിങ്ങും ഒരു ചെറിയ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി ഒരു ആകാശത്തിൻ്റെ ഒരു എഫക്റ്റൊക്കെ ഉണ്ടാക്കാൻ അവർ നോക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്തോട്ടേക്ക് വീണ്ടും ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു മേളയാണ്. അവിടെ പല ടൈപ്പ് കടകളും എല്ലാം അവിടെ അവൈലബിൾ ആണ്. അച്ചാറും പിന്നെ പപ്പടവും പിന്നെ കോട്ടൺ ക്യാൻഡിയും പിന്നെ അങ്ങനെ കാണാവുന്ന എല്ലാം ബംഗാളിൽ വളരെ സുലഭമായിട്ട് കാണാവുന്ന ടൈപ്പ് ഓഫ് സ്നാക്കുകളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ മാലകളും കമ്മലുകളും എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന, എല്ലാവരും ഒന്ന് നിന്ന് പോവും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ ബംഗാളിലെ ഫേമസ് സ്നാക്സുകളൊക്കെയാണ്. ഇതൊക്കെയാണെങ്കിലും ഗുലാബ് ജാമുനും സ്വീറ്റ്സും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ നോക്കുവാണെങ്കിൽ നിറച്ച് കമ്മലുകളും. ബംഗാളൊക്കെ കൊൽക്കത്തയൊക്കെ കമ്മലുകൾക്കൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് കമ്മലുകളും വെറൈറ്റി ഉണ്ടാവാറുണ്ട്. സോ എല്ലാവരും അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിലും ജുമുക്കുകളും പല ടൈപ്പ് ഓഫ് നെക്ലേസും. ഇത് നമ്മുടെ റോൾ ഐസ്ക്രീമാണ്. ഇതിൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ നല്ല രസമാണ് അത് കാണാൻ വേണ്ടി. പിന്നെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ പല ടൈപ്പ് ഓഫ് കമ്മലുകളൊക്കെ നോക്കുമായിരുന്നു, ഓരോ വെറൈറ്റി സാധനങ്ങളൊക്കെ.
അതുപോലെ തന്നെ ഫേമസ് ആണ് ഇവിടുത്തെ ചാട്ടുകളൊക്കെ. പാപ്പി ചാട്ടും ദഹി ചാട്ടുകളും ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. കൂഗ്നി എന്നൊക്കെ പറയും. കൂഗ്നിയൊക്കെ ഭയങ്കര ചൂടോടെ കഴിക്കാൻ ഭയങ്കര രസമുള്ള സാധനങ്ങളാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി സ്നാക്സുകളൊക്കെ നമ്മുടെ കൊൽക്കത്തയിലുള്ള സാധനങ്ങളെല്ലാം ഈ പണ്ടാലിൻ്റെ ഏരിയയിൽ അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ ഒരുപാട് ടൈപ്പ് ഓഫ് ചാട്ട് ഷോപ്പുകളാണ് നിങ്ങൾ കാണുന്നത്. അവരിങ്ങനെ ഭയങ്കര നല്ല ഡിസ്പ്ലേ ഒക്കെ ഉണ്ടാക്കിയാണ് അത് സെല്ല് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഇതിപ്പോൾ വേറൊരു ജ്വല്ലറി ഷോപ്പാണ്. അവിടെയാണെങ്കിലും നമുക്ക് ഒരുപാട് ടൈപ്പ് അവർ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന രീതി തന്നെ ഉണ്ടോ, ഭയങ്കര രസമായിട്ടാണ് അവർ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. പിന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് കമ്മലുകളും ജിമുക്കുകളും, ഒരു നല്ലൊരു ടൈപ്പ് ഓഫ് ജിമുക്കുകളാണെല്ലാം. പിന്നെ ഈ ടൈപ്പ് ഓഫ് വളകളൊക്കെ കാണാം. നല്ല ബാംഗിൾസ് ആണ്, നല്ല കട്ടിയുള്ള ഓക്സിഡൈസ് ജ്വല്ലറീസ് ആണ് ഇതെല്ലാം. നല്ല നല്ല കിളിങ്ങുന്ന സൗണ്ട് ഉണ്ട്. നമ്മൾ നടക്കുന്ന ഒരു 100-150 രൂപയ്ക്ക് ഉണ്ടാവും. പക്ഷെ കമ്മലുകളൊക്കെ 30-40 രൂപയ്ക്ക് തന്നെ സ്റ്റാർട്ടിങ് ആണ്. ഭയങ്കര ചീപ്പാണ് ഇവിടെ ഈ സമയത്ത് ഇതൊക്കെ. പിന്നെ വീണ്ടും സ്നാക്ക് ഷോപ്പുകളൊക്കെയാണ്. പിന്നെ നമ്മൾ പോകുന്ന കാർണിവലിൻ്റെ ഏരിയയിലേക്കാണ്, ഒരു മേളയുടെ ഏരിയയിലൊക്കെയാണ്. ഭയങ്കര നല്ല ലൈറ്റിങ്ങും ഡിസൈനിലൊക്കെയാണ് ഇവരിത് ചെയ്തേക്കുന്നത്. മൊത്തം ഒരു അടിപൊളി ഒരു സെറ്റപ്പാണ് ഫുള്ളായിട്ട്. പിന്നെ കുട്ടികളെ മെയിനായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. കുട്ടികൾക്കായിട്ടുള്ള സ്ലൈഡുകളും പിന്നെ ചെറിയ കാറുകളും പിന്നെ അങ്ങനത്തെ സാധനങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ കുട്ടികൾ മാത്രമല്ല, വലിയവരുണ്ട് ഇതിൻ്റെ ഇടയിൽ, അങ്ങനെയല്ല. പിന്നെ നമ്മൾ വീണ്ടും ഇതൊരു പാൻ ഷോപ്പാണ്. പാൻ അതുപോലെ തന്നെ കൊൽക്കത്തയിൽ ഭയങ്കര ഫേമസ് ആണ്. ഭയങ്കര ഇതെന്ന് വെച്ചാൽ സ്വീറ്റ് പാനാണ്, അല്ലാതെ നമ്മുടെ ടൈപ്പ് ഓഫ് പാനല്ല. സ്വീറ്റ് സാധനങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തുണ്ടാക്കുന്ന പാനാണ്. ഓക്കെ, നമ്മളപ്പോൾ ഈ പാനിൽ കണ്ടിട്ട് അടുത്ത പാൻഡലിലോട്ട് പോവുകയാണ്. പാൻഡൽ ഹോപ്പിംഗ് ആണ് മെയിനായിട്ട്. നമ്മളിങ്ങനെ 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ അടുത്ത പാൻഡലും കാണും. ഈ പാൻഡൽ എന്ന് വെച്ചാൽ പന്തൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആ ഒരു അർത്ഥവും കൂടി ഇവിടെ ഉണ്ട്. നമ്മളിത് അടുത്ത പാൻഡലിൽ കാണാൻ വേണ്ടി പോവുകയാണ്. ഇത് സോൾട്ട് ലേക്കിൽ AK ബ്ലോക്കിലാണ് ഇതുള്ളത്. ഇത് അതിൻ്റെ എൻട്രി ആണ്. നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ വളരെ നല്ലൊരു ഫീലിംഗ് തരുന്നൊരു സ്ട്രക്ചറാണ് അവിടെ ഉള്ളത്. ഇത് സൗണ്ടിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പാൻഡലാണ്. സുഗാന്തോ മജുംദർ എന്ന് പറഞ്ഞൊരു ഫേമസ് സൗണ്ട് ഡിസൈനറാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൗണ്ടൊക്കെ നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര ഒരു സൂത്തിങ് ആൻഡ് കാമിങ് ആയിട്ടുള്ളൊരു സൗണ്ട് നമുക്ക് കേൾക്കാം. അത് മഴത്തുള്ളി വീഴുന്നൊരു സൗണ്ടാണ്. ചുറ്റും ഇങ്ങനെ സ്കെച്ചിങ് ഒക്കെ കാണാം. കുട്ടികൾ മഴയത്ത് കളിക്കുന്ന ഒരു സ്കെച്ചിങ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം മഴയെ കേന്ദ്രീകരിച്ചാണ് ഈ പാൻഡൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നടുക്കത്തെ സ്ട്രക്ചറായിട്ട് നമ്മൾ കാണുന്നത് കുറേ പാത്രങ്ങളാണ്. ഈ പാത്രങ്ങളിൽ മഴത്തുള്ളികൾ വന്ന് വീഴുമ്പം കിട്ടുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതിനെയാണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത്. ഈ സൗണ്ട് വന്ന് വീഴുന്ന എല്ലാവരും മ്യൂസിക്കൽ നോട്ടായിട്ടാണ്. ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ബീറ്റ്സിനെ ഇത് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു രീതിയിലാണ് ഈ മഴത്തുള്ളികൾ വീഴുന്നത്. ഇത് വന്ന് വീഴുമ്പോൾ വളരെ സ്ലോ ആയിട്ട് ആദ്യം വീഴുകയും പിന്നീട് അതിൻ്റെ സ്പീഡിൽ മഴയുടെ ആഘാതം കൂടുതൽ ആ സ്പീഡിൽ വീഴുന്ന ഒരു മഴയുടെ രീതിയിലും ഒക്കെ വളരെ ഓപ്പൺ സ്പേസിൽ നിന്നുള്ള രീതിയിലുള്ള ഒരു അനുഭൂതി വരുന്ന രീതിയിലുള്ള ഒരു പാൻഡലാണിത്. ഭയങ്കര രസമായിരുന്നു അവിടെ നിന്നത് കേൾക്കാനും. അത് മൊത്തത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ രസമുണ്ട് കേട്ടോ. ചുറ്റും സ്കെച്ചിങ്സ് ആണ് ഇവിടെ കാണുന്നത്. കുട്ടികൾ മഴയത്തും വെള്ളത്തിലും ഒക്കെ കളിക്കുന്ന ഒരു സ്കെച്ചിങ് ആണ്. ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. മഴ വന്ന് വീഴുന്ന ആ ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് ഈ പാൻഡൽ നമുക്ക് ശരിക്കും തരുന്നത്. ഭയങ്കര ഒരു ഭംഗിയും ഭയങ്കര ഒരു വേറെ ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഫുൾ തരുന്നത്. കണ്ടോ, ഈ സ്കെച്ചിങ് ഒക്കെ കാണാൻ ഭയങ്കര സിമ്പിൾ പെൻസിൽ സ്കെച്ചസ് ആണ്. പക്ഷേ ആ ചുറ്റും അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയും അതിൻ്റെ ആ ഒരു ഭംഗിയും കണ്ടോ. കുട്ടികളൊക്കെ ഇങ്ങനെ ബോട്ടൊക്കെ ഒഴിക്കുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് സ്കെച്ചിങ്സ് ഒക്കെ നമുക്ക് കാണാവുന്നേ ഉള്ളൂ. കുടയിൽ മഴയത്തൊക്കെ കുടയൊക്കെ പിടിച്ച് കുട്ടികൾ കളിക്കുന്ന രീതിയും ഭയങ്കര ഒരു ഫീലിംഗ് ആണ് നമുക്കൊരു തരുന്നത്. അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇതാണ്. പിന്നീട് നമ്മൾ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു റൂഫിലൊരു ഡിസ്പ്ലേ ആണത്. അവിടെ ഒരു മനുഷ്യൻ നിന്ന് ആ റൂഫ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു രീതിയിലാണ് അത് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ നമുക്കിങ്ങനെ പല രീതിയിലുള്ള വാക്യങ്ങളൊക്കെ എഴുതിയേക്കുന്നുണ്ട്. ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ടർ, സ്ട്രീം ഓഫ് വാട്ടർ, അങ്ങനെയുള്ള രീതിയിലുള്ള വാക്യങ്ങളൊക്കെ എഴുതി വെച്ച് ആ ഒരു വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ്, മഴയുടെയും വെള്ളത്തിൻ്റെയും ആ ഒരു ഇമ്പോർട്ടൻസും അതിലൂടെ നമുക്ക് ഹോപ്പ് കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ്. ഇവിടെ ദേവിയുടെ എംഫസിസ് ചെയ്യുന്നതിന് വരെ ഒരു കുട്ടിയുടെ സ്കൾപ്ചറാണ് ആക്ച്വലി എംഫസിസ് ചെയ്തേക്കുന്നത്. പിന്നെ മൊത്തത്തിൽ ആ ഒരു ഭയങ്കര സൂത്തിങ് കാമിങ് ആയിട്ടുള്ള ഒരു പാൻഡലാണ്. ഇത് കാണാനും ഭയങ്കര ഭംഗിയും. ആ കുട്ടിയുടെ സ്ട്രക്ചറിൻ്റെ താഴെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ദേവിയുടെ ആ ഒരു മ്യൂറൽ പ്ലേസ് ചെയ്തേക്കുന്നത്. അവിടെ ഒരു കുട്ടി ഇങ്ങനെ കയ്യും വിടർത്തുന്ന ആ ഒരു ഹോപ്പിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ്. പുറകിൽ നമുക്ക് എന്തോ ഒരു ഡിസ്പ്ലേ കാണാം. ആ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഒരുപാട്
ലേഡീസ് ഇങ്ങനെ ഒരു എന്തോ കാര്യം ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അവിടെ നടുക്ക് വെള്ളം ഇങ്ങനെ സ്വേൾ ചെയ്ത് താഴോട്ട് പോകുന്ന ഒരു സ്ട്രക്ചർ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദേവിയുടെ ആണെങ്കിൽ മ്യൂറൽ പെയിന്റിംഗ് ആണ് ഇവിടെ വെച്ചേക്കുന്നത്. ഭയങ്കര മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് തന്നെ ഭയങ്കര ഡിഫറെന്റ്. നമ്മൾ വെളിയോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ നട്ടുഗ്രാം ഡോൾസ് ഉണ്ടല്ലോ, നട്ടുഗ്രാം വെസ്റ്റ് ബംഗാളിലുള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ്. അവിടെ ഇങ്ങനെ വുഡൻ ഡോൾസ് ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. പ്രത്യേകിച്ച് ഈ ഔളിൻ്റെ ഒക്കെ ഡോൾസ് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുന്നേ ഉള്ളൂ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡോൾസ് ആണ്. അതിൻ്റെ ഒരു ചെറിയ ഷോപ്പ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാം. പിന്നെ നമ്മൾ വീണ്ടും നടന്നു പോയപ്പോൾ നമ്മളിങ്ങനെ ഒരു ചേട്ടൻ ഒരു മിക്സറൊക്കെ ഇത് ചെയ്യുന്ന കണ്ട് ഒരു കാഴ്ച കണ്ട് ഭയങ്കര രസമുണ്ടായി. ഞങ്ങളത് മേടിച്ച് നോക്കുകയൊക്കെ ചെയ്തു. ആദ്യമായിട്ട് ഇവിടെയും ഭയങ്കര ആൾക്കാരുണ്ട്. ചുറ്റും ഒരുപാട് കടകളും കുഞ്ഞു കുഞ്ഞു കടകളും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. കുട്ടികളെ അട്രാക്ട് ചെയ്യാനുള്ള സാധനങ്ങളും ബലൂൺസും എല്ലാം ഉണ്ട്. അപ്പോഴാണ് നമ്മളിങ്ങനെ ദൂരെ ഒരു മിനി ബാർ സെറ്റപ്പോടെ ഒരു കൂൾ ബാർ കണ്ടത്. ലൈക്ക് അവിടെ ബാറൊന്നും അല്ല, എന്നാലും കൂൾ ബാറിന് കുറച്ച് ജ്യൂസും മോക്ടെയിൽസും പരിപാടിയൊക്കെ ആയിട്ട് പക്ഷെ ഭയങ്കര രസമായിട്ടാണ് അവർ മൊത്തത്തിൽ ആ ഒരു സെറ്റപ്പ് ചെയ്യുന്നത്. നമ്മൾ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ആ ഒരു ലൈറ്റും ആ ഒരു ഡിസൈനും എല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ കൂഗ്നിയുടെ ഒരു ചെറിയ ഷോപ്പ് ഞങ്ങൾ കണ്ടു. ഞങ്ങളൊരു കൂഗ്നി മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഭയങ്കര നല്ല കൂഗ്നിയായിരുന്നു. 15 രൂപയാണ് നമുക്കൊരു കൂഗ്നിക്ക് വരുന്നത് ഇവിടെ. കൂഗ്നി എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് കടലയാണ്. അതിങ്ങനെ വേവിച്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഷാണ് ഈ കൂഗ്നി. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും പാൻ ഷോപ്പുകൾ ഇവിടെ ഭയങ്കര കോമൺ ആണ്. നമ്മൾ ഈ സ്വീറ്റ് പാൻ എന്ന് പറയുന്ന സാധനം ഇവിടെ കോമൺ ആയിട്ട് എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ്. ഭയങ്കര മധുരമാണ് ഇതിൽ. ഭയങ്കര മധുരം. BJ ബ്ലോക്കിലെ പണ്ടാല് കാണാനാണ് നമ്മൾ പോയത്. BJയും സോൾട്ട് ലേക്കിലെ ഒരു ബ്ലോക്കാണ്. അതും ഫ്രണ്ടിൽ ഒരുപാട് സ്ട്രക്ചറും ഒരുപാട് പരസ്യങ്ങളും അഡ്വർടൈസ്മെൻറ്റും ഒക്കെ വെച്ച് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ഏരിയ. നമ്മളുടെ എൻട്രൻസ് ഇങ്ങനെയാണ്. ലൈറ്റിങ്ങും എല്ലാം ഉണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ നേപ്പാളിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് ഫ്ലാഗ് ഇല്ലേ, അതിൻ്റെ ഒരു വലിയ സ്ട്രക്ചർ, വലിയ ഫ്ലാഗ്സ് പ്രിൻ്റ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന ഒരു ടൈപ്പ് ഓഫ് തോരണം പോലത്തെ ഒരു സാധനമാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് കയറുമ്പോൾ തന്നെ കാണുന്നത്. ഭയങ്കര രസമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വലിയ സ്ട്രക്ചറാണ്. നമ്മളത് കുഞ്ഞ് ഷേപ്പിലല്ലേ കണ്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ദൂരെ ഒരു ചെറിയൊരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ പൂജയിലാവുമ്പോൾ ഇങ്ങനെ പരിപാടിയൊക്കെ നടക്കാറുണ്ട്. ഇവിടെ ചേച്ചിമാർ ഭയങ്കരമായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ വീണ്ടും നമുക്ക് ബുദ്ധൻ്റെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ കാണാം. പിന്നെ നേപ്പാളിലെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളുടെ ഒരു എൻട്രൻസ് ഒക്കെയാണ് കാണുന്നത്. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ബുദ്ധൻ്റെ ഒരു ശില്പമാണ് കാണാൻ പറ്റുന്നത്. ഇത് വെച്ചാൽ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ഉരുട്ടുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അതൊക്കെ നമുക്ക് കാണാം. പിന്നെ ബുദ്ധൻ്റെ ആ ഒരു വലിയ ശില്പവും അതിനനുബന്ധമായി ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. കുറേ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ലൈറ്റിങ്ങും ഭയങ്കര സൗണ്ടൊക്കെയാണ് ചുറ്റും. പിന്നെ ക്രൗഡിൻ്റെ ആണെങ്കിലും ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ട് ചുറ്റും. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോഴും ഒരു ചെറിയൊരു സ്ട്രീമിൻ്റെ ഒരു സെറ്റപ്പും ഒരു ചെറിയൊരു കുളമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ കാണാൻ ഒരു വേറെ ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. അതാണ് മെയിനായിട്ട് കൺവേ ചെയ്യാൻ നോക്കിയത്. അത് നേപ്പാളിൻ്റെ എഫക്റ്റും ബുദ്ധനൊക്കെയാണ് മെയിൻ കൺവേയിങ്. പിന്നെ നമ്മൾ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ഗുഹയ്ക്കകത്താണ് ഇവിടെ നമ്മുടെ ദേവിയെ പ്രതിഷ്ഠിച്ചേക്കുന്നത്. അവർ ദേവിയുടെ ശില്പം വെച്ചേക്കുന്നത്. മുകളിൽ സ്റ്റാറൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു സീലിംഗ് ആണ് ഇവിടെ അവർ ഫുൾ സെറ്റാക്കിയിരിക്കുന്നത്. പിന്നെ ചുറ്റും പന്തങ്ങളും തീയും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ള ഒരു ചെറിയ ലൈറ്റ് എഫക്റ്റ് ആണ്. തീയല്ല, ശരിക്കുള്ളതല്ല, ലൈറ്റ് എഫക്റ്റ് ആണ്. പിന്നെ ഇത് നമ്മുടെ ദുർഗാദേവിയുടെ ഒരു ഫുൾ അതാണ് മെയിനായിട്ടുള്ള ഇവിടുത്തെ പ്രതിമയായിട്ടുള്ളത്. പിന്നെ ഫുള്ളൊരു ഗുഹയുടെ സെറ്റപ്പാണ്. ഗുഹയ്ക്കകത്ത് ദുർഗാദേവിയുടെ പാൻഡിൽ വെച്ചേക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പാൻഡിലാണ് ഇതിൻ്റെ സെറ്റപ്പ് മൊത്തം. പിന്നെ ഭയങ്കര ഇത് നോർമലായിട്ട് കാണുന്ന ടൈപ്പ് ഓഫ് ദുർഗാദേവിയുടെ ശില്പമാണ്. ഇവിടുത്തെ ദേവിയുടെ ശില്പമാണത്. പിന്നെ നമ്മൾ വീണ്ടും ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ നേരത്തെ FD ബ്ലോക്കിൽ കണ്ട പോലത്തെ ഒരു കാർണിവലൊക്കെ ഉണ്ട് ഇവിടെ. മൊത്തം ലൈറ്റിങ്ങും പിന്നെ ഫെറസ് വീലും കുട്ടികൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ട്. പിന്നെ ഐസ്ക്രീംസും ജ്യൂസും അങ്ങനത്തെ സാധനങ്ങളും എല്ലാം ഇവിടെ ലഭ്യമാണ്. പിന്നെ കുഞ്ഞു കുഞ്ഞ് കടകളൊക്കെ ഉണ്ട്. കബാബുകളും പിന്നെ ബ്രൗണീസും എല്ലാം നമുക്കിവിടെ കിട്ടും. അതാണ് അതിൻ്റെ ഐസ്ക്രീംസും. നമ്മളൊരു പാൻഡിൽ കാണാൻ പോയാൽ നമുക്ക് എല്ലാം ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. അതിനുവേണ്ടിയാണ് ഇത്രയും ആൾക്കാർ കാണാൻ വേണ്ടി പോകുന്നതിൻ്റെ മെയിൻ ഒരു പാർട്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയോ ടൈപ്പ് ഓഫ് ഒരു സ്വീറ്റ്സ് ആണ്. നമ്മുടെ മധുരസേവയും പിന്നെ കപ്പലണ്ടിയും പിന്നെ ജിലേബിയും ഇങ്ങനെ എല്ലാം കൊണ്ട് ഫ്രഷ് ആയിട്ടാണ് അവർ ജിലേബി ഉണ്ടാക്കി വെക്കുന്നത്. ലൈറ്റിനൊക്കെ കണ്ട് തിരിച്ചിറങ്ങുവാണ്. ഇതോടെ ഇന്നത്തെ ദുർഗാപൂജ പാൻഡൽ ഹോപ്പിംഗ് ഒക്കെ നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതുപോലെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് കൊൽക്കത്തയെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.